ചേട്ടാ നമസ്കാരം. നമസ്കാരം ജിതിനെ. ഇതിന്റെ ഫീച്ചറില്ലേ വണ്ടിയുടെ, അതിനെപ്പറ്റിയാണ് ഈ ജിതിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, വണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ വണ്ടിയുടെ മോഡൽ റോയൽ എൻഫീൽഡിന്റെ ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന മോഡലാണ്. 2021 മോഡലാണിത്. വണ്ടി ഞാനിപ്പോൾ എടുത്തിട്ട് 21 തന്നെ എടുത്താണ്. 3.5 വർഷമാകുന്നു. 350cc എൻഫീൽഡിന്റെ ഒരു നേച്ചറേ അല്ല വണ്ടിക്ക്. ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് റൈഡ് ചെയ്തപ്പം എനിക്കറിയില്ല, ഞാൻ നേരത്തെ ഇങ്ങനെ ഒരു വണ്ടി ഓടിച്ചിട്ടില്ലായിരുന്നു. അപ്പം ഭയങ്കര ഒരു വ്യത്യാസമായിട്ടുള്ള ഫീൽ ആയിരുന്നു. നമ്മുടെ സാധാരണ പൊതുവെ 350cc ആണല്ലോ നമ്മൾ കോമൺ ആയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഹാൻഡിൽ ചെയ്യാൻ തുടക്കത്തിൽ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റ് ആണ് ഇതിന്. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് കുറച്ചുകൂടെ ഇത്രയും വെയിറ്റ് ആണ്, ഹെവി ആണെന്ന് വിചാരിച്ചിരുന്നില്ല. പിന്നെ നമ്മൾ ഇതിനോട് യൂസ്ഡ് ആവും. ഈ വെയിറ്റ് നമുക്ക് റണ്ണിങ്ങിൽ അറിയത്തില്ല. അത് മാത്രമല്ല, പാർക്കിങ്ങിലും നമ്മൾ കർവ് എടുക്കുമ്പോഴൊക്കെ പിന്നെ നമുക്കതങ്ങ് നമ്മളത് യൂസ്ഡ് ആവും. നമ്മൾ ഏത് വണ്ടിയാലും അങ്ങനെയാണല്ലോ. എന്നാലും നല്ല ഹെവിയാണ് വണ്ടി, ഹെവിയാണ്. അതനുസരിച്ചിട്ടുള്ള പവർ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നല്ല നമുക്ക് വലിച്ചുകൊണ്ട് പോകുന്നൊരു ഫീലൊക്കെയാണ്. റൈഡ് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എന്നാണ് എൻ്റെ പേഴ്സണൽ ഫീൽ. കുറച്ചുകൂടെ ഒരു സ്പോർട്ടി നേച്ചറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ 350cc ഒരു നേച്ചർ അല്ലത്. പിന്നെ കാണാനുള്ള ലുക്സ് ഒക്കെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർക്കും. ബേക്കർ എക്സ്പ്രസ് എന്നാണ് ഈ കളർ സ്കീമിന്റെ പേര്. അതവർ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ കളർ സ്കീം അവൈലബിൾ ആണ്. ഈ 2024 അവർ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വരുത്തിയിട്ട് ഇറക്കിയിട്ടുണ്ട്. വണ്ടിയുടെ മെയിൻ്റെനൻസ് ഞാൻ ഒരു 5000 കിലോമീറ്റർ ഇന്റർവെല്ലിൽ സർവീസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്കൊരു 2500 റേഞ്ചിലാണ് എനിക്ക് ആവാറുള്ളത്. ഓയിൽ ചേഞ്ച്, ഓയിൽ ഫിൽറ്റർ, അങ്ങനത്തെ നോർമൽ കാര്യങ്ങൾക്കൊക്കെ 3000 താഴെ നിൽക്കും. ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ പറയണമല്ലോ. ആദ്യം എനിക്കൊരു ചെറിയ വോബ്ലിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഒരു 100 km/h സ്പീഡ് കഴിയുമ്പം, അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. അത് ചെറിയ ബെയറിംഗ് പ്രശ്നം മാറിയപ്പോൾ അതങ്ങ് മാറി. അത് മാത്രമാണ് എനിക്ക് അങ്ങനെ മെക്കാനിക്കലി വന്നത്. പിന്നെ കുറച്ച് ഇലക്ട്രോണിക് കംപ്ലൈൻസ് വന്നിട്ടുണ്ട്. ECU അല്ലല്ലോ, RR യൂണിറ്റ്, ബാറ്ററി ചാർജിങ് യൂണിറ്റിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അതൊക്കെ അവർ വാറണ്ടിയിൽ മാറി തന്നിട്ടുണ്ട്. ഞാൻ 3 years എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനൊന്നും പൈസ ആയിട്ടില്ല. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളെ വന്നിട്ടുള്ളൂ. ബൈക്ക് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ആൾക്കാർക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് വളരെ നമുക്ക് അത്രയും കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാമെങ്കിൽ അത്രയും മൈലേജ് ഒക്കെ കുറവാണ്. മൈലേജ് ഒരു 650cc ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് എനിക്ക് 25+± അങ്ങനെയാണ് എൻ്റെ ഒരു കണക്കൂട്ടില്ല. അപ്പം 25 മുകളിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. അതാണ് മൈലേജിന്റെ സൈഡ്. അപ്പം മൈലേജ്, അതുപോലെ ടയറൊക്കെ പെട്ടെന്ന് ഒരു 7000-8000 കിലോമീറ്ററിനപ്പുറം ടയറൊന്നും നിൽക്കത്തില്ല. അപ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. വണ്ടിയുടെ പുള്ളിങ് അത്ര കൂടുതലാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതുപോലത്തെ കൂടിയ ബ്രാൻഡുകളുടെ ടയറൊക്കെ ഇടണം എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചിലവുകൾ നമ്മൾ മീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ മീറ്റ് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ വളരെ നല്ലൊരു വണ്ടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൈസ് ഞാൻ എടുത്തപ്പോൾ 2021, ഞാൻ പറഞ്ഞല്ലോ, ഓഗസ്റ്റ് 2021 ജൂലൈയിലാണ് എടുക്കുന്നത്. 341 പിന്നെ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൂടെ ആയി. അതിനോട് ഇപ്പോൾ ഞാൻ ഈ സീറ്റൊക്കെ എക്സ്ട്രാ വെച്ചാണ്. ടൂറിംഗ് സീറ്റാണ്, ഈ വൈസർ, പിന്നെ ഈ സം ഗാർഡ്, ഈ ക്രാഷ് ഗാർഡ്. ഇതിനെ ഈ വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്കാരോട് എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ഇതായിട്ട് എടുക്കാൻ പോകുന്ന ആൾക്കാരോട്, ഞാൻ എടുക്കുന്നതിന് മുമ്പ് കുറെ ടൂർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചെടുത്ത വണ്ടിയാണ്. പക്ഷെ ടൂറിങ്ങിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ടൂറായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഡ്രോബാക്സിനെ കുറിച്ച് നമുക്ക് പില്ലിയൻ കംഫർട്ട് കുറവാണ്. അപ്പം ഒരാളെ വെച്ചുകൊണ്ട് പോകുന്നതിനൊക്കെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഇത് നോക്കരുത്. സിംഗിൾ യൂസിന് അടിപൊളിയാണ്. കുറേ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇതിൻ്റെ ഈ ഫുഡ് പെഗൊക്കെ പൊങ്ങിയിട്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട്. നമ്മൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. വണ്ടി എടുക്കുന്നതിന് മുമ്പ് അറിയാമായിരുന്നെങ്കിലും അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകൾ പിന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ എന്തായാലും പില്ലിയനെ വെച്ചുകൊണ്ട് പോകേണ്ടി വരുമല്ലോ. അതുപോലെ ഇതിന്റെ മെയിൻ്റെനൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ കോസ്റ്റ്, ഈ വേറെ ടയറിന്റെ റീപ്ലേസ്മെന്റ്, അങ്ങനത്തെ ചിലവുകളൊക്കെ നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. അങ്ങനെ അഫോർഡ് ചെയ്യാവുന്ന ഒരാൾക്ക് വളരെ നല്ലൊരു ഓപ്ഷനാണ്, റിലയബിൾ ആണ്. നമുക്ക് ഈ അടുത്ത് തന്നെ സർവീസും ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാ വണ്ടിക്കായാലും പ്രശ്നങ്ങൾ വരുമല്ലോ. ചെറിയ മൈനർ ഇഷ്യൂസ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് നന്നായിട്ട് യൂസ് ചെയ്യാവുന്നൊരു വണ്ടിയാണ്. എൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഡെയിലി കമ്മ്യൂട്ടിങ് തന്നെയാണ്. ഞാൻ ഒരു 15 കിലോമീറ്റേഴ്സിനുള്ളിലാണ് എൻ്റെ വീട്. അപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് വരാനാണ് ഞാൻ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ടൂറിംഗ് ഒന്നും അതിന് എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഓടിക്കുന്ന എൻ്റെ ഒരു ശൈലി വെച്ചുകൊണ്ട് എനിക്ക് വളരെ ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ തോട്ട്സ് ഈ വണ്ടിയെക്കുറിച്ച്. അപ്പം നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു പർപ്പസിന് നോക്കുന്നവർക്ക്. അപ്പം
പനീഷേട്ടന്റെ ചാനലിലേക്ക് ത്രൂ ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.